നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്ന വാർത്ത നമ്മളെ ഞെട്ടിച്ചതാണ്. നേരത്തെ കോഴി ഫാമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഏകദേശം 35 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി ഈ ചിപ്സ് യൂണിറ്റിൽ വഴിക്കടവിൽ വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, അവിടെ പഴമൊക്കെ നേന്ത്ര കൊലയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതെല്ലാം ഈ വെള്ളത്തിലായെന്ന് തോന്നുന്നു. അഷ്കറുണ്ട്. അഷ്കർ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി അവിടെ കാഴ്ച നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണല്ലേ? അവിടെ ഉടമയുണ്ടോ? അവിടെ ഒരുപാട് നഷ്ടം വന്നെന്ന് തോന്നുന്നു. അരുൺ, ഞാൻ ആ ചിപ്സ് യൂണിറ്റിലുള്ളത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കാഴ്ച എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ചക്ക മാത്രമല്ല, എല്ലാ വെജിറ്റബിൾസിൻ്റെയും ചിപ്സുകൾ നിർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിപ്സ് കേന്ദ്രമായിരുന്നു. അതിൻ്റെ മെഷീനുകളെല്ലാം തന്നെ വെള്ളം കയറി നമുക്ക് കാണാൻ കഴിയും. എല്ലാ പച്ചക്കറികളും ഒക്കെ തന്നെ ഇവിടെ ടൺ കണക്കിന് പച്ചക്കറികളൊക്കെ തന്നെ നനഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അവരുടെ മെഷീനുകൾ തകരാറായി. ഇവർ ക്യാനുകളിലായി സൂക്ഷിച്ചിരുന്ന എണ്ണ വരെ, ഇവർ പൊരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എണ്ണ വരെ ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. മാത്രമല്ല, വലിയ തോതിൽ ഇവർ നേന്ത്രക്കൊലകൾ സൂക്ഷിച്ചിരുന്നു. അത് മുഴുവൻ തൊട്ടടുത്ത തോട്ടങ്ങളിലേക്ക് വരെ ഒഴുകി പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അവിടെ നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അത്രയും ദയനീയമായൊരു സാഹചര്യം. ഇപ്പോൾ നമ്മളിതിൻ്റെ ഉടമ ലത്തീഫ് നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? പെട്ടെന്നാണ് വെള്ളം കയറി. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൂടി ടൈം ആയില്ല. അതിന് മുമ്പ് പെട്ടെന്ന് അടിച്ച് കയറി. ഒന്നും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ വെള്ളത്തിന് മേലെ പൊന്തി കിടക്കുക. ഒക്കെ എന്നിട്ട് മേലെ എടുത്ത് വെച്ച് കാണാം. ഒക്കെ എടുത്ത് വെച്ചതൊക്കെ സങ്കടപ്പെടണം. നമുക്ക് ഇത് അവരുടെ ഒരു അങ്ങേറ്റത്തെ വേദനയിലും ഷോക്കിലുമാണ് അവരൊക്കെ. കുറേ എണ്ണകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒലിച്ചു പോകുന്ന വീഡിയോസൊക്കെ നമ്മളെ ക്യാമറയിൽ കാണാമെന്നറിയാം. കാരണം അത്രയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു സെക്ഷനായിട്ട് വെച്ച സാധനങ്ങളാണ് അറിയാം. എല്ലാം ഒലിച്ചു വന്നിട്ട് എല്ലാം നശിച്ചു പോയി. ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അറിയാം. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് വേറെ പുതിയ സാധനങ്ങൾ വരുത്തി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അറിയാം. ഞാൻ തന്നെ മറ്റേ കവറുകളിലൊക്കെ കാണിച്ചില്ലേ, വെള്ളമാണ് ഒഴുകുന്ന അറിയാം. അത് പൊട്ടിക്കുമ്പോൾ ആ സാധനം ഒന്നും കടയിൽ കൊടുക്കാൻ പറ്റില്ല. ഇനി വലിയൊരു നഷ്ടം. ഇത് ഇൻഷൂർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് ഇൻഷൂർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിൻ്റെ വലിയൊരു മാനസികാഘാതത്തിലേക്കും വേദനയിലേക്കും അവർ പോയി എന്നുള്ളതാണ്. തൊട്ടടുത്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം ഒറ്റ മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ചെറിയൊരു തോടാണ് അറിഞ്ഞു. വളരെ ചെറിയൊരു തോടാണ് അത്തിത്തോട് എന്ന് പറയുന്നത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി വലിയ അളവിൽ വെള്ളം ഒറ്റ അടിക്ക് ഇങ്ങനെ കയറി വന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് കയറി വന്നതോടെ ഇവർക്ക് ഒന്നും ചെയ്യാനും സാധിച്ചില്ല. ഇവിടെയുള്ള ജീവനക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞ 2 ദിവസം ഇവിടുന്ന് സ്റ്റോക്ക് കൊണ്ടുപോകാത്തതുകൊണ്ട് വലിയ അളവിൽ ആ സ്റ്റോക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അതടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഈ കാണുന്ന ഈ നേന്ത്രക്കൊലകൾ കാണാം. ഇതിനേക്കാൾ 4 ഇരട്ടി നേന്ത്രക്കൊലകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത്രയും നേന്ത്രക്കൊലകൾ ഷോക്ക് ഒലിച്ചു പോയി. ബാക്കിയൊക്കെ ഇവിടെ രാവിലെ തൊഴിലാളികളൊക്കെ തന്നെ പോയി പെറുക്കിക്കൊണ്ട് ഒരു കാഴ്ചയാണ്. എന്തായാലും എന്താ പറയുക, നമുക്ക് നമ്മൾ ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. പോയതാണ്, പൈസയാണ്. ഇത് ഇത്രയും ഈ ദീപാവലി സമയം ഇനി അങ്ങോട്ട് വരുന്ന സമയങ്ങളിലൊക്കെ വിറ്റഴിക്കേണ്ട സാധനങ്ങളാണ്. എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ടേ ഇത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ അവർ ഇത്രയൊക്കെ ഈ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ മനുഷ്യൻ അതാണ്, കണ്ണീര് വരികയാണ്. പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്നല്ലാതെ എന്താ പറയുക.